വെനിസ്വേലയെ തകർത്ത ശക്തമായ ഇരട്ട ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 കടന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം. ദുരന്തത്തിൽ 3360-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചത്. അതേസമയം 50,000-ഓളം ആളുകളെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് വെനിസ്വേലയെ നടുക്കിയ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഉണ്ടായത്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച വടക്കൻ മേഖലയായ ലാ ഗ്വാര സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിനും വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനുമായി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ആളുകൾ അനാവശ്യമായി യാത്ര ചെയ്യരുതെന്ന് താൽക്കാലിക പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനായി ലാ ഗ്വാര സംസ്ഥാനത്തേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ പൂർണ്ണമായി നിയന്ത്രിച്ചതായി ആഭ്യന്തരമന്ത്രി ദിയാസ് ദാദ കാബെല്ലോ വ്യക്തമാക്കി. നിലവിൽ ഇവിടെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്തു വരികയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കുക എന്നതിനാണ് രാജ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് UN മാനുഷിക ഏജൻസിയായ OCHA വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ 17 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സംഘങ്ങൾ വെനിസ്വേലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വെനിസ്വേലയിലേക്ക് സഹായവുമായി ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഫീൽഡ് ഹോസ്പിറ്റലുകളും മരുന്നുകളുമായി വിമാനങ്ങൾ കാരിക്കാസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്പാനിഷിൽ സൗഹൃദം എന്ന അർത്ഥം വരുന്ന അമിസ്റ്റഡ് എന്ന പേരിലാണ് ദൗത്യം. വ്യോമസേനയുടെ 2 വിമാനങ്ങളിലായി 60 ഫീൽഡ് ഹോസ്പിറ്റലുകളാണ് കാരക്കാസിലേക്ക് അയച്ചത്. 6 ടൺ മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിലുൾപ്പെടുന്നു. 41 അംഗ മെഡിക്കൽ സംഘവും 2 വിമാനങ്ങളിലായുണ്ട്. രാജ്യം ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വെനിസ്വേലയുടെ വടക്കൻ തീരത്ത് വീണ്ടും ഒരു ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം തലസ്ഥാനമായ കാരക്കാസിലും മരാക്കയിലും അനുഭവപ്പെട്ടതായി അന്താരാഷ്ട്ര ഭൂചലന നിരീക്ഷണ കേന്ദ്രമായ EMSC അറിയിച്ചു. തുടർച്ചയായുണ്ടാകുന്ന ഭൂചലനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പടർത്തുന്നുണ്ട്.